പിന്നെ ശിവ, ഞാനൊരു 5 മിനിറ്റിനകം അങ്ങോട്ട് എത്തും. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോകാം. ആദ്യം അയാളുടെ അടുത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെയും കൂടി എങ്ങനെയെങ്കിലും കുടുക്കിലാക്കിയാലേ പറ്റൂ. അങ്കിൾ നോക്കൂ, ശിവ നിങ്ങളെ വിളിക്കുന്നുണ്ട്. പറയൂ ശിവ, എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ നീ? അപ്പൊ അവൻ തോറ്റു തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്കിൾ, എനിക്ക് പേടിയായിട്ട് വയ്യ അങ്കിൾ. ഞാനിപ്പോ എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. സോറി അങ്കിൾ, എന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൂട്ടിട്ട് പോവോ? നിങ്ങളുടെ ആൾക്കാർ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞയക്കുമോ? നീ എവിടെയാണുള്ളത്? എന്തെങ്കിലും ഒരു ക്ലൂതാ? ഇവിടെ ഒരു വലിയ ഗുഹയുണ്ട്, അതിനടുത്തൊരു പഴയ കെട്ടിടവും ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഏതോ ഒരു മുറിയിലാണ് ഞാൻ. നിങ്ങളെല്ലാം പോകൂ. കാട്ടിലൊരു ഗുഹയുടെ അടുത്തൊരു കെട്ടിടമുണ്ട്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ശിവയെ കാണാൻ പറ്റും. ചെന്ന് വേഗം പിടിച്ചോണ്ട് പോവനെ. ഈ മംഗലിനോടൊരു പീക്കിരി ഏറ്റുമുട്ടാൻ വന്നേക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. കാടിനകത്തൊരു ഗുഹയും അതിന്റെ അടുത്തൊരു പഴഞ്ചൻ കെട്ടിടം ഉണ്ടാവും. അവൻ അവിടെ തന്നെ ഉണ്ടാവും. അവൻ തോറ്റിരിക്കുന്നു. അവനെ വേഗം നിങ്ങൾ കൊണ്ടുവരൂ. ഒരു കാര്യം അറിയണോ? ഇനി നിങ്ങൾ കണ്ടോ, എന്റെ ആൾക്കാരൊക്കെ ആ ശിവയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അവനെ കൊണ്ട് ക്ഷാന്ന് മൂക്കുകൊണ്ട് വരപ്പിക്കും. ഈ ജംഗൽ മംഗലിനോടാണ് അവന്റെ ഒരു കളി. ഒന്ന് വേഗം വരൂ, ഞാൻ അവസാനത്തെ മുറിയില്ല. ദാ ഈ ഭാഗത്ത്. ദേ കണ്ടില്ലേ, അവന്റെ പേരെഴുതി വെച്ചിരിക്കുന്നത്, മണ്ടൻ. ഒന്ന് വരൂ, ഒന്ന് ഫൈറ്റ് ചെയ്യാമെന്നേ. വേഗം വരൂ. എന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? എന്താ സംഭവിക്കുന്നേ? ആരാരെയാ പിടിച്ചത്? ആരാരെയാണ് കടിക്കുന്നത്? ശിവ എന്ന കുട്ടി വീണ്ടും ഞങ്ങളെ കെണിയിലാക്കി. ഇവിടെ മുഴുവനും പെരിച്ചാനികളാ. ഇവയൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് കടിക്കുക. ഈ മുറിയുടെ അകത്ത് വന്നിട്ട് ശിവ എന്നല്ല അവന്റെ പൊടി പോലും ഇല്ല. പക്ഷെ അവൻ ദൂരത്ത് എവിടെയോ നിന്ന് കളിയാക്കി ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാവരും രക്ഷിക്കണേ. എവിടുന്നാണ് എലി വന്നത്? ഒരേ ഒരു എലി എത്ര തവണയാന്ന് വെച്ചാ നിന്നെയൊക്കെ കടിക്കുക? എന്റെ എലികൾ എവിടേക്കാണ് കടിക്കുന്നത്? എലിയുടെ വിഷം കയറി ഞാനെങ്ങാനും ചത്തുപോവോ? കടിക്കുന്നത് ഇവിടെ കടിക്കുന്നത്, അവിടെ കടിക്കുന്നത്.
നിങ്ങളുടെ സൈന്യത്തെ എലികളുടെ സൈന്യം അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ആകെ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. ഇത് നിനക്കെങ്ങനെ അറിയാം? ഒരു പീറച്ചെറുക്കൻ എന്റെ എല്ലാ ആൾക്കാരെയും മൂക്ക് കുത്തിച്ചു കളഞ്ഞല്ലോ. എങ്ങനെ സാധിച്ചു ഈ കുട്ടിക്ക്? കുട്ടിയെന്ന് വിളിക്കരുത് ആക്ക്. ശിവ എന്നാണ് എന്റെ പേര്. എന്റെ കയ്യിൽ നിങ്ങൾക്ക് ഇനി തല്ല് കിട്ടണമെന്നുണ്ടോ? വേണ്ട. വേഗം എന്റെ ഫ്രണ്ട്സിനെ അഴിച്ചു വിട്ട് അവർക്ക് കഴിക്കാൻ ചായയും പലകാര്യങ്ങളൊക്കെ കൊടുക്കൂ. ഞാൻ നിങ്ങളുടെ ബോസിന്റെ അടുത്ത് കുറച്ച് സ്വകാര്യങ്ങൾ പറയട്ടെ. കുടിച്ചോളേ. എനിക്ക് കുറച്ച് ബിസ്ക്കറ്റ് വേണം. ഇവിടെ എന്താ പാർട്ടി നടക്കുന്നുണ്ടോ? എടാ ചായ മോന്താതെ എന്നെ വന്ന് സഹായിക്കടാ. പറ്റില്ല ബോസേ, കുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കാൻ ഞമ്മളെ കൊണ്ട് പറ്റൂല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി. കാണിച്ചു തരാം, ഓരോരുത്തരും ഞാൻ കാണിച്ചു തരാം. വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ആദ്യം ശിവയായിട്ടുള്ള ഫൈറ്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാടാ. ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പാർട്ടിയുണ്ട് കേട്ടോ. എവിടെ ജോയിൻ ചെയ്യാനാ സാറിന് ഇഷ്ടം? ആദ്യം പാർട്ടി, എന്നിട്ട് പോരെ ഫൈറ്റ്. ഏയ് നോക്ക്, കടുപ്പത്തിൽ 2 ചായ എടുത്തോണ്ട് വന്നേ. ഓന്റെ പരിപ്പളക്കി. എന്റെ ഇൻസ്പെക്ടറെ, ഉത്സവം കാണാൻ വന്നാണോ? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നോക്കൂ. എത്രയാന്ന് വെച്ചാ ഇവന്റെ തലയാൻ മേടിക്കാം. ഇവൻ എന്നെ എന്തുമാത്രം തല്ലി. എന്റെ ശരീരം മുഴുവൻ ചതഞ്ഞു. എന്റെ മമ്മി പോലും എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. ഇനിയിപ്പൊ കരഞ്ഞിട്ടൊക്കെ എന്താണ് കാര്യം? ഇതൊക്കെ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ? ഗവൺമെന്റ് അനുവാദം ഇല്ലാതെ അവരുടെ സ്ഥലത്തൊക്കെ റിസോർട്ട് പണിയനല്ലേ? വലിയൊരു കുറ്റം തന്നെയല്ലേ അത്? നിനക്കൊന്നും അറിയില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ചെന്നാൽ ഡയലോഗ് പിന്നെ പറ. ആദ്യം എന്നെ ജയിലിൽ കൊണ്ടുപോ. ഓക്കെ ഓക്കെ, യു ആർ അണ്ടർ അറസ്റ്റ്.
താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഒരു വലിയ കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. നന്ദിയുണ്ട്. ഇനി ഇവൻ പോകേണ്ടത് ജയിലിലേക്കാണ്. നമ്മളിപ്പോ ചെയ്യേണ്ടത് കാട്ടിലൊരു ഗാനമേള നടത്തുന്നു.